പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരായിട്ടുള്ളൊരു അന്വേഷണമാണല്ലോ കേരളീയർ ആകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക് എന്ന് പറയുന്ന ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് വളരെ വിശദമായി മലയാളികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കും കൊച്ചിയിലുള്ള കരിമണൽ കർത്താവിൻ്റെ കമ്പനിയായിട്ടുള്ള ആ കമ്പനിയുമായി നടന്നിട്ടുള്ള ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഇക്കഴിഞ്ഞ ജനുവരി 12 കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. 4 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം എന്നതായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനെ തുടർന്ന് കർണാടകത്തിലെ രജിസ്ട്രാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളൊക്കെ പുറത്തു വരികയുണ്ടായി. ആ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ഇവർ ചെയ്തതായിട്ട് അതിനകത്ത് തന്നെ അതിൻ്റെ തന്നെ ഫൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ 4 മാസത്തേക്ക് ഒരു അന്വേഷണം കൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മെയിൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ വിജയനും എക്സാലോജിക്കിൻ്റെ കമ്പനിയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിക്കുന്ന ഒരു തെളിവ് പുറത്തുവിടാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിതുവരെ പുറത്തു വരാത്തതാണ് ആ തെളിവ് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിലെ വിശദാംശങ്ങൾ കൂടി വന്നു കഴിയുമ്പോൾ എക്സാലോജിക്കിൻ്റെ ഡയറക്ടർ എന്നുള്ള വൺ മാൻ കമ്പനിയുടെ ഡയറക്ടർ എന്നുള്ള നിലയിൽ വീണ വിജയൻ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ അനധികൃതമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെടും. അതുകൊണ്ടാണ് ആ തെളിവ് ഞാനിന്ന് പുറത്തുവിടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ തെളിവ് 27/8/2014 വീണ തൈക്കണ്ടിയിൽ കർണാടകത്തിലെ കമ്പനി ഓഫ് രജിസ്ട്രാറിന് കൊടുത്തിട്ടുള്ള ഒരു കത്താണ്. 27/8/2014 അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അവർ പറയുന്നത്, അതായത് ഡിക്ലറേഷൻ ഫ്രം ദി സബ്സ്ക്രൈബർ ഡയറക്ടർ, ഡിക്ലറേഷൻ അവർ കമ്പനി ഓഫ് രജിസ്ട്രാറിന് കൊടുക്കുന്ന ഒരു ഡിക്ലറേഷനാണ്. അതിൽ പറയുന്നത് ഇതാണ്: the promoters of Exalogic Private Limited 1-person company hereby state/declare that I do not accept deposits of any sort unless in compliance with the applicable provisions of the Companies Act 2013, RBI Act 1934, SEBI Act 1992 and rules, directions made thereunder which are duly complied and filed with the concerned authorities. ഞാനൊന്നുകൂടി അത് വായിക്കുകയാണ്. The promoters of Exalogic 1-person company hereby declare that I do not, വാചകമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, I do not accept deposits of any sort, ഒരു തരത്തിലുള്ള ഡെപ്പോസിറ്റുകളും ഞാൻ സ്വീകരിക്കില്ല, unless in compliance with the applicable provisions of the Companies Act 2013, RBI Act 1934 and SEBI Act 1992, which are duly complied with and filed with the concerned authorities. അതായത് 2013 കമ്പനീസ് ആക്ട്, 1934 RBI ആക്ട്, 1992 സെബി ആക്ട്, അവരുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഞാൻ ഒരു തരത്തിലുള്ള നിക്ഷേപങ്ങളും ഡെപ്പോസിറ്റുകളും സ്വീകരിക്കുന്നതല്ല എന്നാണ് വീണ തൈക്കണ്ടിയിൽ കെയർ ഓഫ് പിണറായി വിജയൻ AKG സെൻറ്റർ പാളയം എന്ന പേരിൽ ഒപ്പിട്ടിരിക്കുന്ന വീണ വിജയൻ 27/8/2014 കർണാടകത്തിലെ കമ്പനി ഓഫ് രജിസ്ട്രാറിന് കൊടുത്തത്. അതാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ പുറകിൽ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇനി നമ്മൾ അപ്പോൾ ഞാൻ പറഞ്ഞ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് I do not accept deposits of any sorts. അതായത് നേരത്തെ പറഞ്ഞ നിയമത്തിന് വിരുദ്ധമായി ഒന്നും ഞാൻ സ്വീകരിക്കില്ല എന്നാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അവർ സ്വീകരിച്ചിട്ടുള്ള ഡെപ്പോസിറ്റുകൾ, ആ ഡെപ്പോസിറ്റുകളെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അവരൊരു ഡെപ്പോസിറ്റുകളും സ്വീകരിക്കില്ല, ഇവരുടെ ഗൈഡ് ലൈൻസിന് വിരുദ്ധമായി എന്നാണല്ലോ പറയുന്നത്. എന്നാൽ അവർ 2015 മുതൽ അവർ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്ന്, അതായത് കരിമണൽ കർത്താവിൻ്റെ ഭാര്യ നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് 2015 25 ലക്ഷം രൂപ, 2016 34,35,000 രൂപ, 2018 30,36,000 രൂപ, 2019
4,80,000 രൂപ. അതായത് ഒരു വർഷം 25 ലക്ഷം, മറുവശത്ത് 34 ലക്ഷം, അതിനുശേഷം അടുത്ത മാസം 10 ലക്ഷം, അതിനുശേഷം 4 ലക്ഷം. ഇത്രയും പണം എംപവർ ഇന്ത്യയിൽ നിന്ന് അവർ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധനലക്ഷ്മി ബാങ്കിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വിശദാംശം കളിക്കാൻ പോകുന്നില്ല. സുഹൃത്തുക്കളെ, അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ ഒരു ഡെപ്പോസിറ്റും വാങ്ങുന്നതല്ല എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതിന് വിരുദ്ധമായിട്ട് അവർ വാങ്ങിയിട്ടുള്ള ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവർ ഒരു നയാ പൈസ പോലും റെമ്യൂണറേഷൻ വാങ്ങിക്കുന്നില്ല എന്നതിൻ്റെ രേഖയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. റെമ്യൂണറേഷൻ പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ, പിന്നെ അതായത് 2016-17 ഒരു നയാ പൈസ അവർ വാങ്ങിച്ചിട്ടില്ല. 2017-18 ഒരു നയാ പൈസ അവർ വാങ്ങിച്ചിട്ടില്ല. അതിൻ്റെ രേഖയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ റെമ്യൂണറേഷനായിട്ട് അവർ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ആ റെമ്യൂണറേഷനായിട്ട് വാങ്ങിച്ചിട്ടില്ലാത്ത അവരുടെ കമ്പനിയിൽ 32 ജീവനക്കാരുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർക്ക് 5 വർഷം കൊണ്ട് അവർ 2,94 ലക്ഷം രൂപ ശമ്പളമായി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 60 ലക്ഷം രൂപ ഒരു പ്രതിവർഷം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച രേഖ സംബന്ധിച്ച്, രേഖയുമായി ബന്ധപ്പെട്ട് അവർ റെമ്യൂണറേഷൻ ഒന്നും മേടിക്കുന്നില്ല. പക്ഷേ അവരുടെ കമ്പനിയിൽ 32 ജീവനക്കാരുണ്ടായിരുന്നു. ആ ജീവനക്കാർക്ക് അവർ 5 വർഷം കൊണ്ട് 2,94 ലക്ഷം രൂപ കൊടുത്തിരുന്നു. ഓരോ വർഷവും 60 ലക്ഷം രൂപ വീതമാണ് അവർ ശമ്പളമായി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ ഇൻകം ടാക്സും പ്രൊഫഷണൽ ടാക്സും ഒക്കെ കൊടുത്തിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും പണം തൻ്റെ സ്ഥാപനത്തിലേക്ക് വന്നത്, ഇപ്പോൾ എംപവർ ഇന്ത്യയിൽ നിന്നും പിന്നെ ധനലക്ഷ്മി ബാങ്കിൽ നിന്നൊക്കെ ഇത്രയും പണം വന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഏതാണ്ട് 3 കോടിക്കടുത്ത് രൂപ തൻ്റെ സ്ഥാപനത്തിലെ ഏതാണ്ട് 32 ജീവനക്കാർക്ക് 5 വർഷം കൊണ്ട്, അതായത് ഏതാണ്ട് 60 ലക്ഷം രൂപ വെച്ച് അവർ ഓരോ വർഷവും പിന്നെ ശമ്പളം കൊടുത്തതായിട്ടും പറയുന്നുണ്ട്. പക്ഷേ അവർ 2014 കോർപ്പറേറ്റ് രജിസ്റ്റർ കൊടുത്ത കത്തിൽ പറയുന്നത് എന്താണ്? അവരൊരു നയാ പൈസ പോലും അവർ ഡെപ്പോസിറ്റായി സ്വീകരിക്കില്ല. അതായത് കമ്പനി ആക്ട്, RBI ആക്ട് ഇതുപോലുള്ള ആക്ടുകൾക്ക് വിരുദ്ധമായി ഒരു കമ്പനി പോലും, സെബി ആക്ട്, അതിന് വിരുദ്ധമായി ഒരു നയാ പൈസ പോലും നിക്ഷേപമായി സ്വീകരിക്കില്ല എന്ന് പറയുന്ന ഇവർ ലക്ഷക്കണക്കിന് രൂപ പല കേന്ദ്രങ്ങളിൽ നിന്നും സ്വീകരിച്ചതിൻ്റെ കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഇതിന് മുകളിലാണ് ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് 2017-20 ഇടയ്ക്ക് 1,72 ലക്ഷം രൂപ CMR എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് അനധികൃതമായി വാങ്ങി എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൂടാതെ കോർപ്പറേറ്റ് രജിസ്ട്രാറിൻ്റെ അന്വേഷണത്തിനകത്ത് അവർക്കതല്ലാതെ ഏതാണ്ട് 55 ലക്ഷം രൂപ കിട്ടിയതായി വാർത്തകളുണ്ടായിരുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എംപവർ ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ, ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ, CMR എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് കോടികൾ, 1,72 ലക്ഷം രൂപ, ഇത്രയും രൂപ അവർ വാങ്ങിയിരിക്കുന്നു. അവിടെ ജോലി ചെയ്യുന്ന 32 പേർക്ക് ഏതാണ്ട് 3 കോടിക്കടുത്ത് രൂപ ശമ്പളം കൊടുത്തിരിക്കുന്നു. എന്നാൽ അവരൊരു നയാ പൈസ പോലും റെമ്യൂണറേഷൻ വാങ്ങിയിട്ടില്ല എന്ന് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും 2014 ഐ ഡു നോട്ട് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഓഫ് എനി സോർട്ട് എന്ന് പറയുന്നത് പൂർണ്ണമായി നട്ടാൽ കുരുക്കാത്ത നുണയും പച്ചക്കള്ളവുമായിരുന്നുവെന്നും അതിന് വിരുദ്ധമായി പല കേന്ദ്രങ്ങളിൽ നിന്നും അവർ നിരന്തരമായി പണം വാങ്ങിയിരുന്നു എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കൊണ്ടുവരുന്നത്. ഇത് ആദ്യമായിട്ടാണ് പൊതുമണ്ഡലത്തിലേക്ക് ഈ വാർത്ത നമ്മൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും സാധാരണഗതിയിലാണെങ്കിൽ ഇങ്ങനൊരു വിവരം പുറത്തു വരുമ്പോൾ ഇതിൻ്റെ ഭാഗമായി ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ രാജിവെച്ച് പോകേണ്ടതാണ്. പക്ഷേ കേരളത്തിൽ നമുക്കറിയാമല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ തൊലിക്കെട്ടിയും ഒക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ടൊന്നും സംഭവിക്കില്ലെങ്കിൽ പോലും വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ഞെട്ടിക്കുന്ന ഒരു തെളിവ് കൂടി പ്രതിപക്ഷം യൂട്യൂബ് ചാനൽ ഇന്ന് പൊതുമണ്ഡലത്തിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് ചർച്ചയ്ക്കായി വെക്കുകയാണ്.